ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ക്രോഷ്യയുടെ വീഡിയോസ് ഇടാൻ തുടങ്ങിയ കാലം തൊട്ടുണ്ടല്ലോ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു വീഡിയോ ആണ്, അമ്മിക്കുരുമിയുടെ വീഡിയോ ഇടാവോ ചേച്ചി എന്നും ചോദിച്ചിട്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ വെറുതെ പെട്ടെന്ന് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല കേട്ടോ അമ്മിക്കുരുമിയൊക്കെ. അതിന് ബേസിക്സ് ഉണ്ട് പഠിക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ബേസിക്സിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഒരു ബോൾ ചെയ്യാം നമുക്ക് അമ്മിക്കുരുമി വെച്ചിട്ട്. മെയിനായിട്ട് ഇതിൽ സിംഗിൾ ക്രോഷ്യയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ഇൻക്രീസ് ചെയ്യുന്നതും ഡിക്രീസ് ചെയ്യുന്നതും എങ്ങനെയാണ് എന്നുള്ളത് ആദ്യം പഠിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള പാറ്റേണുകളിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ പയ്യെ ഞാൻ ചെയ്യാം. അപ്പോൾ ആദ്യം ഫസ്റ്റ് ആ ബോൾ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് അമ്മിക്കുരുമിക്ക് ഏറ്റവും ബേസിക്കായിട്ട് വേണ്ട കാര്യം പ്രാക്ടീസും പെർഫെക്ഷനുമാണ്. എന്നാലും നമ്മളത് ഉണ്ടാക്കുമ്പം നല്ല ഭംഗിയിൽ വരുള്ളൂ കേട്ടോ. അപ്പം ഇത് ചുമ്മാ നമുക്ക് ഈ ബോള് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ, അതിൻ്റെ അകത്തൊക്കെ നമുക്ക് എന്തെങ്കിലും ഇതുപോലെ നമ്മൾ സാധനങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ബാഗ് ഹാങ്ങിങ്സ് ആയിട്ടും പല പാറ്റേണുകളൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ, ഇതിൻ്റെ ബേസിക്സ് വെച്ചിട്ടൊക്കെ തന്നെ. അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ ആണ് എന്നുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് വേറെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് 8 പ്ലേ ആണലാണ്. ശരിക്കും ഇത് 4 പ്ലേ ആണൊക്കെ മതി ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി കാണാൻ വേണ്ടിയിട്ട് ഞാൻ 8 പ്ലേ ആണിൽ ഇതൊരു പർപ്പിൾ ഷെയ്ഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ ചെയ്യാം. അപ്പോൾ ഒരു ലൈറ്റ് പർപ്പിൾ ഷെയ്ഡാണ് ഇത്. അതിൽ നമുക്കിന്ന് ചെയ്യാം. അപ്പം ഇത് തന്നെ നമ്മൾ 4 പ്ലേയിൽ ചെയ്യുമ്പോൾ 3 mm ഹുക്ക് എടുക്കുക. ഇപ്പം ഞാൻ 8 പ്ലേയിൽ ചെയ്തതുകൊണ്ട് 4 to 5 mm നീഡിൽ വരെ നമുക്ക് എടുക്കാം. അതായത് 4 എടുക്കാം, 4.5 എടുക്കാം, 5 എടുക്കാം. അപ്പം അതിനനുസരിച്ച് ഈ ബോളിൻ്റെ വലിപ്പം വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഇത് കണ്ടോ, നമ്മൾ പർപ്പിൾ ഷെയ്ഡിൻ്റെ 8 പ്ലേയുടെ യാണാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, 8 പ്ലേയുടെ പർപ്പിൾ ഷെയ്ഡ് യാണാണ് എടുത്തിരിക്കുന്നത്. ഇതിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് 4 to 5 mm വരുന്ന നീഡിലാണ്. എൻ്റെ അടുത്ത് ഇപ്പോഴും ഡൗട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ കാണിച്ചു തരുന്നത്. പിന്നെ ഇതിന് ഇപ്പം ഞാനിവിടെ ചെയ്യാൻ എടുത്തിരിക്കുന്നത് 4 mm നീഡിലാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളത് ഇത് ഒട്ടും അറിയാത്ത ആൾക്കാർക്ക് ഏറ്റവും അടിപൊളിയായിട്ട് മനസ്സിലാകുന്ന രീതിയിലാട്ടോ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കാണുക. നമ്മൾ നമ്മുടെ വർക്കിംഗ് ആണ് ഇങ്ങനെ കയ്യിലെടുക്കുക. എന്നിട്ട് ഇതിനെ ഈ 2 വിരലിലെ ഇങ്ങനെ ഒന്ന് ക്രോസ് ചുറ്റുക. കണ്ടോ, ഈ വിരൽ ഇങ്ങനെ തിരിച്ചു പിടിക്കുക. നമ്മുടെ നീഡിലിനെ എടുത്ത് നമ്മളിങ്ങനെ എടുക്കണം. ഇത് കണ്ടോ, ഇതിലിങ്ങനെ ഒരു ഹുക്ക് ഇട്ടെടുക്കുക. എന്നിട്ട് ഇവിടെ ഒന്ന് പിടിച്ചിട്ട് നമ്മളിങ്ങനെ ഈ വിരലിങ്ങ് ഊരിയെടുക്കുക. ഇപ്പോൾ നമുക്കിവിടെ ഒരു ലൂപ്പ് കിട്ടിയിരിക്കുന്നുണ്ടോ, ഇതാണ് മാജിക് റിങ് എന്ന് പറയുന്നത്. മാജിക് റിങ്ങിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഈ ആണിനെ ഒന്ന് നീഡിൽ ഇങ്ങനെ എടുത്തിട്ട് ഈ എടുത്ത ലൂപ്പിൽ കൂടെ നമ്മളിങ്ങനെ ഒന്ന് എടുത്തിടണം. ഇതാണ് ഫസ്റ്റ് ചെയിൻ നമ്മൾ ചെയ്തത്. ഇപ്പം നമ്മൾ ഈ മാജിക് റിങ്ങിനെ സെക്യൂർ ചെയ്തു. ഇനി ഇത് പെട്ടെന്നൊന്നും അഴിഞ്ഞു പോവില്ല കേട്ടോ. ഇല്ലെങ്കിൽ നമ്മളത് കൈയെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പം ചിലപ്പോൾ വിട്ടുപോകും. ഈ സ്റ്റിച്ച് നമ്മൾ കൗണ്ട് ചെയ്യില്ല കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ റിങ്ങിൽ 6 സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യുന്നത്. സിംഗിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അമ്മിക്കുരുമിക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സ്റ്റിച്ച് സിംഗിൾ ക്രോഷ്യയാണ് കേട്ടോ. നമ്മൾ ഈ നീഡിലിനെ ഈ റൗണ്ട് ഉണ്ടല്ലോ മാജിക് റിങ്ങിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഈ വർക്കിംഗ് ആണ് ഇങ്ങനെയാണ് കേട്ടോ കയ്യിലിടുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ പിടിക്കണം. ഇതിൻ്റെ ടെൻഷൻ കൺട്രോൾ ചെയ്യുന്നതാണ് നമ്മൾ. അപ്പോൾ സ്റ്റിച്ചെല്ലാം ഒരുപോലെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ, ഇത് ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് കിട്ടാൻ ഇച്ചിരി ഒരു ഇതുണ്ടാവും. കുഴപ്പമില്ല, പ്രാക്ടീസ് ചെയ്താൽ എന്തായാലും കിട്ടും കേട്ടോ. ഇതിനെ ഇങ്ങനെ യാണെടുത്ത് ഇങ്ങനെ വരിക. അപ്പോൾ ഇവിടെ 2 ലൂപ്പ് കിട്ടും കണ്ടോ. എന്നിട്ട് ഇത് ഈ കോടെ ഇങ്ങനെ എടുക്കുക. മനസ്സിലായെന്ന് വിചാരിക്കും. ഞാൻ ഒന്നുകൂടി കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മളൊരു ചെയിൻ ഇട്ട് നിന്നില്ലേ, ഈ ചെയിൻ ഇട്ട് നിന്നതിൻ്റെ അവിടെ നിന്ന് നീഡിലിനെ ഇപ്പോൾ ഇതിലൊരു ലൂപ്പുണ്ട്, ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചുറ്റി ഇതിനെടുക്കുക. ഇപ്പോൾ ഈ നീഡിൽ 2 ലൂപ്പായി. എന്നിട്ട് ഒന്നും കൂടി ഇതിനെ ചുറ്റിയിട്ട് ഈ 2 ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുക്കും. ഇതാണ് സിംഗിൾ ക്രോഷ്യ. ഓക്കെ, നമ്മളിത് ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഇട്ടിട്ട് ഇതിനെ മാർക്ക് ചെയ്യണം. ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി 5 എണ്ണം കൂടി ചെയ്യണം. അതായത് 6 സിംഗിൾ ക്രോഷ്യയാണ് നമ്മൾ ഈ റിങ്ങിൽ ചെയ്യേണ്ടത്.
ഇൻസേർട്ട് ചെയ്യുക, യാൺ വലിച്ചെടുക്കുക, 2 ലൂപ്പാവും. ഒന്നും കൂടി ഇതിങ്ങനെ ചെയ്തിങ്ങനെ എടുക്കുക. ഇപ്പം രണ്ടാമത്തതായി. അതായത് ഇങ്ങനെ ഓരോ വി സ്റ്റിച്ച് മുകളിൽ കിട്ടും കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ഓരോ വി സ്റ്റിച്ച് കിട്ടി വരും. അപ്പം ഞാൻ ഈ റിങ്ങിനെ ഒന്നിങ്ങനെ ചെറുതാക്കുന്നുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തത് ചെയ്യാം. ഇതാ 3 4 5 6 കണ്ടോ, 6 എണ്ണം ചെയ്തു. നമ്മൾ ആദ്യത്തെ നമ്മൾ എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ അറ്റാച്ച് ചെയ്യണം. അപ്പം നമ്മൾ ഈ റിങ് പിടിച്ചൊന്ന് ഈ ത്രെഡ് പിടിച്ച് വലിക്കുമ്പോൾ ആ റിങ് ചെറുതാവും കേട്ടോ. ഇനി നമ്മൾ ഈ മാർക്ക് ഇട്ടിരിക്കുന്ന ഈ ഭാഗത്തേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്യണം, ഈ ഭാഗത്തോട്ട്. അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കർ നമ്മൾ ഊരുക. എന്നിട്ട് ഈ 2 ത്രെഡിലും കൂടി കയറ്റുന്ന മാതിരി നീഡിലിടുക. എന്നിട്ട് ഇതാ ഇങ്ങനെ ത്രെഡ് ഒന്ന് നീഡിൽ ചുറ്റി ഇതിൻ്റെ ഉള്ളിൽ കൂടെയും വലിച്ചെടുക്കണം. ഇതിനെയാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പം ഇതിങ്ങനെ 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് നമ്മുടെ നീഡിൽ ഇപ്പോൾ ഒരു ലൂപ്പേ ബാക്കിയുള്ളൂ കേട്ടോ. നമ്മൾ എന്നിട്ട് ഒരു ചെയിൻ ചെയ്തിട്ട് നിർത്തും. ഇപ്പം നമ്മളുടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത 2 റൗണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അടുത്ത 2 റൗണ്ടാണ് ഇതിന് ഇൻക്രീസ് വരുന്നത് കേട്ടോ. അപ്പോൾ അടുത്തതിൽ വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ഇവിടെ തന്നെ ചെയ്യാം. ഞാനിപ്പോൾ അടുത്തതിൽ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തില്ലേ, ഇവിടെ നിന്ന് അടുത്ത സ്റ്റിച്ചിലോട്ട് നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1 2. അപ്പോൾ ഈ ആദ്യത്തെ ഒരെണ്ണം ചെയ്ത് കഴിയുമ്പം അവിടെ നമ്മൾ ഈ 2 എണ്ണത്തിലും കൂടി സ്റ്റിച്ച് മാർക്കർ ഇടണം. ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിയുമ്പോൾ കേട്ടോ, മാർക്ക് ചെയ്ത് വെക്കണേ. അടുത്തതിലും നമ്മൾ 1 2 ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ സ്റ്റിച്ചിലും 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യാം. അതാണ് റൗണ്ട് 2. അപ്പോൾ നമുക്ക് ടോട്ടല് 12 സിംഗിൾ ക്രോഷ്യ കിട്ടും. അതായത് 6 എണ്ണമാണ് നമ്മൾ ആദ്യം ചെയ്തത്. ഇപ്പോൾ രണ്ടാമത്തതിൽ നമ്മൾ 2 എണ്ണം വെച്ച് ചെയ്യുമ്പോൾ 12 എണ്ണം കേട്ടോ. കൗണ്ട് ചെയ്തൊന്ന് നോക്കണേ. ആദ്യം ചെയ്യുന്ന ആൾക്കാർ കൗണ്ട് ചെയ്ത് തന്നെ നമ്മൾ ചെയ്തു പോകണം. ഇല്ലെങ്കിൽ നമുക്കിത് തെറ്റാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. ലാസ്റ്റത്തെ 2 എണ്ണമാണ് ഞാൻ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആദ്യം ഇട്ട ചെയിൻ്റെ ഒരു ഇതുണ്ടാവും കേട്ടോ, അതിലല്ല നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ടത്. അത് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സ്റ്റിച്ച് മാർക്കർ ഇടുന്നത്. ഇനി ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 കണ്ടോ, 12 സ്റ്റിച്ചായി. ഇനി നമ്മൾ ഇതിനെ സ്റ്റിച്ച് മാർക്കർ ഊരിയിട്ട് ഇതാ ഇങ്ങോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് നമ്മൾ ജോയിൻ ചെയ്യും. ഒന്ന് വലിച്ചെടുത്തു, അതേ ത്രെഡിനെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ വലിച്ചെടുക്കണം. ഇപ്പം നമ്മൾ രണ്ടാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആയി. ചെയിൻ 1 ചെയ്യുക. എന്നിട്ട് അടുത്ത സ്റ്റിച്ചിൽ ഇവിടെ നമുക്ക് തുടങ്ങാം കേട്ടോ. ഇനി ഞാൻ പറഞ്ഞല്ലോ 2ഉം 3ഉമാണ് നമുക്ക് ഈ പാറ്റേണിൽ ഇൻക്രീസ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു റൗണ്ടിൽ നിന്ന് ഫസ്റ്റ് റൗണ്ടിൽ നിന്ന് സെക്കൻഡ് റൗണ്ട് നമ്മൾ ഇൻക്രീസ് ചെയ്തു. മൂന്നാമത്തെ റൗണ്ട് നമ്മൾ ഇൻക്രീസ് ചെയ്യാണ്. ഇൻക്രീസ് ചെയ്യുന്ന പാറ്റേൺ എന്ന് പറഞ്ഞാൽ 1 2 എന്നുള്ള പാറ്റേണിലാണ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റിച്ചിൽ ആദ്യത്തെ സ്റ്റിച്ചിലാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റിച്ചിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ. 1 അടുത്ത സ്റ്റിച്ചിലെ 2 പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, ചില പാറ്റേണുകളിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് അവിടെ തന്നെ ഒരെണ്ണം ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിൽ 2 എണ്ണം ചെയ്ത് അങ്ങനെ വരുന്ന പാറ്റേണും ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കാണിക്കുന്നത്. അടുത്തതിൽ 1 പിന്നത്തേതിൽ
2. ഇനി ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് മാർക്കർ ഇട്ടിട്ടില്ല. സ്റ്റിച്ച് മാർക്കർ ഇടാനൊക്കെ ഇങ്ങനെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കിലോട്ട് എണ്ണിയാൽ മതി കേട്ടോ. 2 സ്റ്റിച്ച്, 1 സ്റ്റിച്ച്, 2 സ്റ്റിച്ച്, 1 സ്റ്റിച്ച് കണ്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് മാർക്കർ നമ്മൾ ഇവിടെയാണ് ഇടേണ്ടത്. ഓക്കെ, സ്റ്റിച്ച് മാർക്കർ ഇട്ട് പോകണമെന്നാണ് എപ്പോഴും നല്ലത് കേട്ടോ. 1, 2, 1, 2. നമുക്ക് ഇവിടെ എപ്പോഴും ഒരു സ്റ്റിച്ച് നമുക്ക് ഉണ്ടാവും കേട്ടോ, ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ അകത്ത് തെറ്റിപ്പോയി എന്ന് വിചാരിക്കേണ്ട, അത് നമ്മൾ ആദ്യം ഇടുന്ന ആ ഒരു ചെയിൻ്റെ സ്റ്റിച്ചാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മളുടെ 3ാമത്തെ റൗണ്ടും കംപ്ലീറ്റ് ആയി. ഇത് നമ്മുടെ ഈ ഫസ്റ്റ് ഇട്ട ഈ ചെയിനിലേക്ക് നമ്മളിതിങ്ങനെ സിംഗിൾ ക്രോഷ്യേയിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ അറ്റാച്ച് ചെയ്തു. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മളുടെ 3 റൗണ്ട്, ഫസ്റ്റ് 6 എണ്ണം, 12 എണ്ണം, പിന്നെ 18 സ്റ്റിച്ച് 3ാമത്തെ റൗണ്ട് കിട്ടി. ഇനി ഈ 3ാമത്തെ റൗണ്ട് തന്നെയാണ് 4ാമത്തെ റൗണ്ടും 5ാമത്തെ റൗണ്ടും 6ാമത്തെ റൗണ്ടും ചെയ്യുന്നത്. ഇതേ റൗണ്ട് തന്നെ നമ്മൾ ഒരു 3 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യും. അതായത് 6 റൗണ്ട് തീരുന്നത് വരെ ഈ സെയിം സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഈ റൗണ്ട് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു യു ഷേപ്പിലായിട്ട് വരും കേട്ടോ. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ ചെയിൻ 1 ചെയ്യാം, എന്നിട്ട് എല്ലാ സ്റ്റിച്ചിൽ കൂടെയും ഓരോന്ന് വീതം ചെയ്യാം. അതായത് ഈ 18 സിംഗിൾ ക്രോഷ്യ തന്നെയാണ് 4ാമത്തെ റൗണ്ട് വരുന്നതും 5ാമത്തെ റൗണ്ട് വരുന്നതും 6ാമത്തെ റൗണ്ട് വരുന്നതും. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18 കണ്ടോ. ഇനി ഇവിടെ കണ്ടോ ഒരു സ്റ്റിച്ച് ബാലൻസ് വന്നിരിക്കുന്നത്. നമ്മൾ അടുത്തതിലേക്ക് നമ്മൾ ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് ജോയിൻ ചെയ്ത് ചെയിൻ 1 ചെയ്യുക. ഇപ്പോൾ നമ്മളുടെ 1, 2, 3, 4ാമത്തെ റൗണ്ട് കഴിഞ്ഞു. 5, 6 റൗണ്ട് ഇതുപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് നമുക്ക് ബാക്കി എങ്ങനെയാണ്, ഇപ്പം നമ്മളുടെ ഇൻക്രീസിൻ്റെ സെക്ഷൻ തീർന്നു കേട്ടോ. ഇനി ഡിക്രീസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. 6 റൗണ്ട് കഴിയട്ടെ. നമ്മൾ 6 റൗണ്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. 1, 2, 3, 4, 5, 6. ഇനി ഇത് ജോയിൻ ചെയ്യാനായിട്ട് പോവുകയാണേ. നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കർ ഊരിയിട്ട് ചെയിൻ 1 ചെയ്യുക. ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യോ ചെയ്യുക. 2ാമത്തെ സ്റ്റിച്ചിലും 3ാമത്തെ സ്റ്റിച്ചിലും നമ്മൾ ഒരുമിച്ചാണ് ചെയ്തു പോകുന്നത്. അപ്പോൾ ഈ സിംഗിൾ ക്രോഷ്യോ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം തന്നെ നമ്മൾ ഈ മാർക്കർ ഇടുക. കണ്ടോ, ഈ മാർക്കർ ഇട്ട് വയ്ക്കുക. എന്നിട്ട് ഡിക്രീസ് ചെയ്യാനായിട്ട് തുടങ്ങുക. ഈ അടുത്ത സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പും അടുത്ത സ്റ്റിച്ചിൻ്റെ ഫ്രണ്ട് ലൂപ്പ്, അങ്ങനെ 2 ഫ്രണ്ട് ലൂപ്പ് എടുക്കണം. എന്നിട്ട് നമ്മളിതിനെ യാണിന് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ചുറ്റിയിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക. അടുത്ത സ്റ്റിച്ചിൽ നമ്മളൊരു സിംഗിൾ ക്രോഷ്യോ ചെയ്യുക. അടുത്ത 2 സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുത്തിട്ട് അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യോ ചെയ്യുക. അടുത്തത് 2 എണ്ണത്തിൽ കൂടെ എടുത്തിട്ട് നമ്മൾ ഡിക്രീസ് ചെയ്യുക. ഇത് ഒരുപാട് ലൂസായി പോകാനും പാടില്ല,
ടൈറ്റായി പോകാനും പാടില്ല. നമ്മൾ ആദ്യം ചെയ്ത് അതേപോലെ തന്നെ ചെയ്യണം. ഇത് നമ്മൾ കുറച്ച് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പോഴാണ് നല്ല ഭംഗിയിൽ വരിക. ഇങ്ങനെ നമുക്ക് ഈ അറ്റം വരെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എത്ര പ്രാവശ്യം ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 പ്രാവശ്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ 3 പ്രാവശ്യമാണ് ചെയ്ത് തീർന്നത്. ഇനി ബാക്കി 3 പ്രാവശ്യം കൂടി. ഇപ്പോൾ ഒരു സിംഗിൾ ക്രോഷ്യ നമ്മൾ ചെയ്തു. ഇനി അടുത്ത ഡിക്രീസ് ഈ 2 ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം എടുക്കുക. ഇങ്ങനെ എടുക്കുക. ഇതാണ് ഡിക്രീസ്. ഇത് 5ാമത്തെ പ്രാവശ്യം. ഇനി അടുത്തൊരു സിംഗിൾ ക്രോഷ്യോ. ഇനി നമ്മൾ 6ാമത്തെ പ്രാവശ്യം. കണ്ടോ, കറക്റ്റ് നമ്മുടെ ഈ അറ്റം വരെ എത്തി. ഓക്കെ. ഇനി നമ്മൾ ഈ ഫസ്റ്റ് മാർക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ഇങ്ങോട്ട് നമ്മൾ ജോയിൻ ചെയ്യണം. സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് ജോയിൻ ചെയ്തെടുക്കുക. ചെയിൻ 1 ചെയ്യുക. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഡിക്രീസ് ചെയ്തത്. അതായത് 7ാമത്തെ ലെയറാണ് നമ്മൾ 7ാമത്തെ റൗണ്ടാണ് നമ്മൾ ഡിക്രീസ് ചെയ്തത്. ഇത് നമ്മളുടെ ഫസ്റ്റത്തെ യാണാണ് കേട്ടോ. ഈ നമ്മളിവിടെ ചെയ്ത് തുടങ്ങിയ യാണുണ്ടല്ലോ, അതിനെ നമ്മളൊന്ന് നന്നായിട്ട് ടൈറ്റാക്കി വലിക്കുക. അപ്പോൾ ഇതിൻ്റെ ഒട്ടും ഗ്യാപ്പ് ഇല്ലാണ്ടിരിക്കും. എന്നിട്ട് നമ്മൾ ഈ യാണിനെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇടുക. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ അത് ഫില്ല് ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ ഈ മൈക്രോ ഫൈബേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഇതിങ്ങനെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക ഈ ടൈമിൽ കേട്ടോ. ഇങ്ങനെ ഫില്ല് ചെയ്തു. ഇനി കുറച്ചും കൂടി ഗ്യാപ്പ് ഉണ്ട്. അത് നമുക്ക് അടുത്ത റൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടാം കേട്ടോ. ഇനി അടുത്ത റൗണ്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇത് കണ്ടോ. ഇനി ഇപ്പോൾ നമ്മൾ അടുത്തതും ഇനി ഇപ്പോൾ ഒരു റൗണ്ട് നമ്മൾ ഡിക്രീസ് ചെയ്തു. ഇനി അടുത്തതും നമ്മൾ ഒരു ഡിക്രീസും കൂടിയാണ് ചെയ്യാൻ പോകുന്നത്. അത് 6 പ്രാവശ്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതായത് എല്ലാ 2 സ്റ്റിച്ചിൽ കൂടി നമ്മളിങ്ങനെ എടുത്തെടുത്ത് 6 പ്രാവശ്യം ചെയ്യണം. അപ്പോൾ ഒരു റൗണ്ടും കൂടി ചെറുതായി കിട്ടും കേട്ടോ. അതായത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ സ്റ്റിച്ച് ഇതാണ്. നമ്മൾ ഈ ജോയിൻ ചെയ്തതിൻ്റെ അവിടെ നിന്ന് ചെയിൻ 1 ഇട്ടിട്ടാണ് നമ്മൾ നിർത്തിയിരിക്കുന്നത്. ഇതാ ആദ്യം ഇവിടെ എടുത്തു, പിന്നെ ഇതാ ഇവിടെ എടുത്തു. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ എടുക്കുക. ഫസ്റ്റ് ഇതാ ഇങ്ങനെ എടുത്തു. അടുത്തത് നമ്മൾ സിംഗിൾ ക്രോഷ്യ ഇതിൻ്റെ ഇടയിലില്ല കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ഈ ലെയറിൽ കൂടെ 1 2 ഇതാ ഇത് കണ്ടോ. ഇതിപ്പോൾ ഞാൻ ചെയ്തപ്പോൾ ഇവിടെ ഒരു ഇച്ചിരി ലൂസായിട്ടുണ്ട് ഈ ഇത്. അപ്പോൾ നമ്മളതൊന്ന് അഴിച്ചിട്ട് ഒന്നും കൂടി ചെയ്യാം കേട്ടോ. കാരണം നമ്മുടെ ത്രെഡ് ലൂസായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ ഗ്യാപ്പ് വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഓരോ വർക്ക് ചെയ്യുമ്പോൾ. അഞ്ച് ഇതാ 6ാമത്തത് കണ്ടോ, 2 കൂടി. ഇത് ഭയങ്കര കുഞ്ഞു സ്റ്റിച്ചുകളാട്ടോ. അതുകൊണ്ട് നമ്മളത് വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട്. ഇനി നമ്മളിത് ഈ മാർക്ക് ചെയ്ത സ്റ്റിച്ചിലേക്ക് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് അറ്റാച്ച് ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് മുൻപ് നമുക്ക് വല്ലതും ഇനിയും ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടിയൊക്കെ നമുക്ക് ഇതിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഫില്ല് ചെയ്യാം കേട്ടോ. നമ്മളിത് ഫില്ല് ചെയ്തു. ഇനി നമുക്കിത് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് എന്നിട്ട് നമ്മുടെ ഈ ത്രെഡ് നമ്മൾ കട്ട് ചെയ്യും. ഓക്കെ, നമ്മൾ വലിച്ചെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള ഗ്യാപ്പ് നമ്മൾ നീഡിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാവേ. ഇപ്പം നമ്മളുടെ ഈ ബോളിൻ്റെ റൗണ്ട് ഷേപ്പ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നതെന്നുള്ളത് കാണിക്കാം. നമ്മൾ ഈ ത്രെഡ് ഒരു നീഡിൽ നമ്മൾ ഇതുപോലെ കോർക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ ഫസ്റ്റത്തെ ഈ ഉള്ളിലുള്ള മുകളിലുള്ള ലെയറല്ല, അതിൻ്റെ ഉള്ളിലുള്ള ലെയറിനെ ഇങ്ങനെ എടുക്കുക.
കണ്ടോ, വീക്കോടെ ഇങ്ങനെ ക്ലോസ് ചെയ്തെടുക്കുക. അപ്പം അത് ക്ലോസായി. ഇനി നമുക്ക് നമ്മളുടെ ഈ ത്രെഡിനെ ഇവിടെ എവിടേക്കെങ്കിലും വേണമെങ്കിലും കൊണ്ടുവരാം. എന്നിട്ട് കണ്ടോ, ഇതിനെ തിരിച്ച് വേറെ ഏതെങ്കിലും ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്കും കൂടി കൊടുക്കാം നമുക്കിങ്ങനെ. കണ്ടോ, ഒരുപാട് വലിക്കരുത്, വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് മാറിപ്പോവും. എന്നിട്ട് നമുക്കിതിനെ കട്ട് ചെയ്യാം ഞാണിനെ. ഇത് കണ്ടോ, നമ്മുടെ ബോൾ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇവിടെ വേറൊരു പാറ്റേൺ ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ, റെഡ് ചെറി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ഇതേ വലിപ്പം തന്നെയാണ് ഈ ബോളിൻ്റെ, ഈ 8 പ്ലേയുടെ യാൺ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ലീഫും ഇതും ഒരു ബാഗ് ഹാങ്ങിങ് ഒക്കെ ആയിട്ട് നമുക്ക് ഇടാനായിട്ട് പറ്റുന്നതാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് 4 പ്ലേയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി സൈസേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ഇത് പ്രാക്ടീസ് ചെയ്യുക. അമിഗുരുമിയുടെ വീഡിയോസ് ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ബേസിക്സ് ഇട്ടത്. ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇതിൻ്റെ പല കളേഴ്സ് നമുക്ക് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ബാഗ് ഹാങ്ങിങ്സ് ഒക്കെ ആയിട്ട് ഇടാനായിട്ട് നല്ലതാണ്. ഫ്ലവേഴ്സിൻ്റെ ഒപ്പമൊക്കെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഇത് കണ്ടോ, ഇതിലേക്ക് എങ്ങനെയാണ് ഈ ത്രെഡ് അറ്റാച്ച് ചെയ്യുന്നതെന്നും ഉള്ള കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ കണ്ടില്ലേ എന്ത് ഈസി ആയിട്ടാണ് നമ്മൾ റൗണ്ട് ഉണ്ടാക്കിയെടുത്തതെന്ന്. ഇത് വളരെ ഫൈനായിട്ട് ചെയ്യുന്ന, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നല്ല പ്രാക്ടീസ് വേണം എന്നുള്ളത്. നമുക്ക് ഈ റൗണ്ടായിട്ട് കിട്ടാനായിട്ട് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് എല്ലാ സ്റ്റിച്ചും ഒരുപോലെ വരും കേട്ടോ. ഇത് വെച്ചൊക്കെ തന്നെയാണ്, ഇതുപോലെയൊക്കെ തന്നെയാണ് ഓരോന്നും ഷേപ്പാക്കി എടുക്കുന്നത്, ഇൻക്രീസ് ചെയ്തും ഡിക്രീസ് ചെയ്തിട്ട് കേട്ടോ. അപ്പം അത് വെച്ച് നമ്മൾ ചെയ്താൽ, ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഇത് ബാഗ് ഹാങ്ങിങ് ആയിട്ട് ഇടാനായിട്ട് പറ്റുന്നതാണ്. ഇതിൻ്റെ വീഡിയോ അടുത്ത ഇതിൽ ക്രോഷ്യ വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ആണിൻ്റെ 4 പ്ലേയുടെയും 8 പ്ലേയുടെയും ഒക്കെ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അടുത്ത നല്ല നല്ല വീഡിയോസായിട്ട് കാണാം.